നമസ്കാരം. സംസ്ഥാനം തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുവാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 3 മാസമാണ് ബാക്കിയുള്ളത്. പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തുന്നു. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ 2026 കേരളം BJP ഭരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത് തന്നെയാണോ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്ന് പേജ് 3 ചർച്ച ചെയ്യുന്നത്. ഇന്ന് എന്റെ കൂടെയുള്ളത് കുഞ്ചുവും അമ്മുവുമാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞതാണ് 2026 കേരളം BJP ഭരിക്കുമെന്നത്. വികസനത്തിലൂന്നിയ കേരള രാഷ്ട്രീയമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ വികസനം സാധ്യമാകണമെങ്കിൽ BJP അധികാരത്തിൽ വരണം. മിഷൻ കേരള എന്നതാണ് BJPയുടെ നയം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന നേതൃനിരയിലെ പുനഃസംഘടനയടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ്. എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ച് നേരത്തെ BJPക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങളിലൊന്നായിരുന്നു ന്യൂനപക്ഷങ്ങളെ പിന്തള്ളി ഭൂരിപക്ഷത്തിന് മാത്രം അധികാരങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ മാത്രം പരിഗണിക്കുന്നു എന്നുള്ള രീതിയിൽ. ആ ഫോർമുലൊക്കെ തന്നെ തെറ്റാണെന്ന് വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നേതൃനിരയിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. ഷോൺ ജോർജ് അടക്കമുള്ളവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നു. അത്തരത്തിൽ മിഷൻ കേരള എന്നത് BJP തന്റെ പ്രഖ്യാപിത നയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത്തരത്തിൽ വികസനത്തിലൂന്നിയ നയമാണ് കേരളത്തിൽ BJP നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടത് വലത് മുന്നണികൾ ഭരിച്ചു മുടിച്ച ഒരു കേരളത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇടത് വലത് മുന്നണികളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ജനം ഇനി BJPക്കായിരിക്കും ഇടം നൽകുക എന്നത് സംശയത്തിന് അതീതമായി തന്നെ പറയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇടതു വലത് മുന്നണികളുടെ ഭരണത്തിലുണ്ടായിട്ടുള്ള പോരായ്മകൾ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷമായി ഭരിക്കുന്ന LDF, അവിടെ എടുത്തു പറയേണ്ട പോരായ്മകൾ നിരവധിയാണ്. ഈ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ പോലും അതിനുദാഹരണങ്ങൾ തന്നെയാണ്. കേരളത്തിൽ മര്യാദയ്ക്ക് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. അമിത്ഷായുടെ മിഷൻ കേരള എന്ന് പറയുന്നത് ഇവിടെ നടക്കാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാര്യം, ഉത്തരേന്ത്യ പോലൊരു സംസ്ഥാനമല്ല നമ്മൾ കേരളം. ഇവിടെ പ്രബുദ്ധരായ മലയാളികളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഏതൊക്കെ രീതിയിൽ BJP തങ്ങളുടെ രീതികൾ മാറ്റി ഇവിടെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞാലും ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ പരിഗണന ഇവർ കൊടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അത് വ്യക്തവുമാണ്. അതുകൊണ്ട് എന്തായാലും BJPയുടെ മിഷൻ കേരള ഇവിടെ സക്സസ് ആവാൻ പോകുന്ന ഒരു കാര്യമല്ല. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലായിരുന്നു. ഉണ്ടായിരുന്ന ഒരു സീറ്റും പൂട്ടിച്ചിട്ടാണ് ഇവിടെ LDF തിരിച്ചു വരുന്നത്. താമര വീയില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് തൃശ്ശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ BJPക്ക് അധികാരത്തിലെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പോസിറ്റീവായ ഒരു സൈനായി തന്നെയാണ് കാണേണ്ടത്. കാരണം നമുക്കറിയാം, ഒരിക്കലും കേരളത്തിൽ BJP അധികാരത്തിൽ വരില്ല, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ഷെയറുകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് 20% വരെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്തായി വന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും BJPയുടേതായിട്ടുള്ള അടിസ്ഥാന വോട്ടുകൾ അവിടെ നിലനിർത്താൻ സാധിച്ചു എന്നതിനൊപ്പം തന്നെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അത് ഓരോ മേഖല കേന്ദ്രീകരിച്ചും. ഇപ്പോൾ നമുക്കറിയാം, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം വന്നത് മുതൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു നയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചു തന്നെയാണ്. കാരണം താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനം അത് നല്ല നിലയിൽ തന്നെയാണ് നടത്തുന്നത്. കാരണം ഓരോ മേഖല കേന്ദ്രീകരിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഒരു BJP ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യുക, അവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരിക. പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നൊരാളെ, അതായത് ആ മണ്ഡലത്തിൽ നിന്നൊരാളെ, ആ മണ്ഡലത്തെ അറിയാവുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്താൻ BJPക്ക് സാധിച്ചു. അല്ല, അത് മറ്റാരും കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ്. അങ്ങനെ ഒരു BJP ഒരു വലിയ ഒരു തന്ത്രപരമായ നീക്കമാണ് നിലമ്പൂർ ചെയ്തതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം വെച്ച് മത്സരിക്കേണ്ടത് പോലും ഇല്ല എന്ന തീരുമാനമായിരുന്നു ആദ്യം BJP എടുത്തത്. മത്സരിക്കേണ്ട എന്ന തീരുമാനം എടുത്തത് എന്തിനാണ്? കാരണം അതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്നാണ് BJP കണക്ക് കൂട്ടിയിരുന്നത്. പിന്നെ മത്സരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. വേറെ BDJSന് സ്ഥാനാർത്ഥിത്വം കൊടുത്താൽ പോലെയാണ്. എന്തിനാണ് ഒരാളെ പിടിച്ചു നിർത്തി കേരള കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്ന ജോസഫ് വിഭാഗത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രതിനിധിയെ കൊണ്ടുവന്ന് മെമ്പർഷിപ്പ് വോട്ടിച്ചിട്ട് പിടിച്ചാണ് നടത്തിയത്. അന്ന് തന്നെ മെമ്പർഷിപ്പ് നൽകി ഈ സ്ഥാനാർത്ഥിയാക്കേണ്ട സാഹചര്യം മത്സരിക്കാതിരുന്നാ പോരായിരുന്നു. അവിടെയും ഒരു ആരോപണം ഉയരും, വോട്ട് വിഹിതം, പിന്നെ വോട്ട് ഷെയർ മറിക്കാനുള്ള സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഈ CJP കൂട്ടുകെട്ട് ഇനി എത്രയൊക്കെ മറച്ചു വെച്ചാലും അത് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ അശ്വതി ഈ കുറച്ച് നേരങ്ങളായി പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്. ഈ BJP ഇനി 2026 കേരളം ഭരിക്കുമെന്ന് പറയുന്നത് നേരത്തെ അമ്മ പറഞ്ഞ പോലെ നടക്കാത്തൊരു കാര്യമാണ്. ഈ തൃശ്ശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഒരു ട്രോള് ഞാൻ കണ്ടിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു തവണ ചാണകത്തിൽ വീണു എന്നും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ വീണ്ടും ചാണകത്തിൽ മുങ്ങിക്കുളിക്കാറില്ല എന്ന് പറഞ്ഞൊരു
ട്രോൾ ഞാൻ കണ്ടിരുന്നു. തൃശ്ശൂരിലെ വിജയം പ്രധാനമായിട്ടും അത് സുരേഷ് ഗോപിയുടെ വിജയമായിട്ടാണ് പൊതുവെ പറയുന്നത്. കാര്യം അദ്ദേഹം ഒരു താര സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം BJP-യുടെ ചട്ടക്കൂടിൽ നിൽക്കാതെ പുറത്തിറങ്ങി പ്രവർത്തിച്ച് വിജയം നേടിയ പോലെയാണ് അവിടുത്തെ ഒരു വിജയം. അത് മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിരുന്നു. അത് എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ മുഴുവനായി അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവനായി വിജയിക്കാനായി BJP-ക്ക് സാധിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കാണ് ഇവിടെ സാധ്യതയുള്ളത്? അല്ല, എന്തുകൊണ്ട് കഴിഞ്ഞ 9 വർഷ കാലഘട്ടമായി ഇവിടെ നേരത്തെ അശ്വതിനെ സൂചിപ്പിച്ച പോലെ ഭരിച്ചു മുടിച്ച സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിൽ വരേണ്ടതെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പാർട്ടിക്കകത്ത് പോലും നേരെ ഭരണം നടത്താൻ കഴിയാത്ത UDF ആണോ ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്? അല്ല, സ്വന്തം പാർട്ടിക്കകത്ത് ഭരണം നടത്താൻ കഴിയില്ല എന്നല്ലെങ്കിൽ കഴിയുന്നില്ല എന്ന് അശ്വതി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാരണം നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ, ഉൾപാർട്ടി പോരൊക്കെ മറനീക്കി പുറത്തു വരുന്ന സാഹചര്യം. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ ഒരു വിവാദങ്ങളില്ലാതെ കോൺഗ്രസിന് അഭിമുഖീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നാളിതുവരെ ഒരു പ്രശ്നം പോലും ഇല്ലാതെ കോൺഗ്രസ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ വന്നതായിട്ട് അശ്വതിക്ക് അറിയോ? കാരണം അതാണ് എന്റെ ജനാധിപത്യപരമായുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഈ കേന്ദ്ര സംവിധാനമോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരാൾ മാത്രം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. ഗുണമാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് LDF-ന് ആ ഗുണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കേന്ദ്ര സംവിധാനത്തിന്റെ ഗുണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഞങ്ങൾ കൊണ്ടൊരു പരിപാടി, അരിവാൾ കൊണ്ടൊരു പരിപാടി, കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും എന്ന് പറയുന്നതാണ് നിങ്ങളുടെ കേന്ദ്ര സംവിധാനം. അല്ല, PJ കുര്യൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഞാൻ അതാണ് പറഞ്ഞത്, ജനാധിപത്യ വ്യവസ്ഥയുള്ള പാർട്ടിയാണത്. അതുകൊണ്ടാണ് PJ കുര്യനെ അംഗീകരിക്കുന്നവരും വിമർശിക്കുന്നവരും ഈ പാർട്ടിയിൽ തന്നെ ഉള്ളത്. ഈ കൃത്യമായ കാര്യങ്ങളെല്ലാം പറയാം. നിങ്ങൾ ഈ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ ഇപ്പോൾ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്, അല്ലെങ്കിൽ കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാലാണെന്ന് PK ശശി ഒരു വേദിയിൽ പറഞ്ഞപ്പോൾ അതിൽ അസഹിഷ്ണുത മൂത്തിട്ടാണ് കഴിഞ്ഞ ദിവസം കുട്ടി സഖാവായ ആർഷോ എന്ന് പറഞ്ഞത്. ബിലാലിന്റെ കാലിന്റെ മുട്ടിന്റെ ചേട്ട അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ ഒരു ആർഷയെ തിരുത്തുക മാത്രമല്ല, ആർഷയെ തിരുത്തുന്നത് മാത്രമല്ല, നിങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ ആളിനെ, നിങ്ങളുടെ പാർട്ടി പ്രവർത്തനം കൂടെ തിരുത്താൻ നിങ്ങൾ തയ്യാറാണ്. ഊഹാപോഹങ്ങളാണ്. പാർട്ടി പ്രവർത്തകർ പറഞ്ഞിട്ടാണ് പടക്കമെറിഞ്ഞു. ഈ പടക്കമെറിഞ്ഞ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി CPM-ന്റെ പ്രവർത്തകനാണെന്നുള്ളതിൽ തർക്കമുണ്ടോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടാണ് ഞാൻ അദ്ദേഹം CPM-കാരനാണുള്ള തർക്കമുണ്ട്. ഒരു CPM-കാരന് പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും നടപടിക്രമങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് അയാൾ അത് ചെയ്തു പോകുന്നുള്ളതാണ്. മുമ്പ് ഇതേ കണക്കൊരു സംഭവങ്ങളൊക്കെ നടന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ CPM-നെതിരെയുള്ള സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ എന്തുകൊണ്ട് അഷ്റഫിനെ മറ്റുള്ളവർ തള്ളുന്നില്ല? അഷ്റഫിന്റെ ഒരു വിഭാഗം ആൾക്കാർ, അല്ലെങ്കിൽ PK ശശിക്ക് വേണ്ടിയും അവിടെ മുറവിളി കൂട്ടുന്ന DUFI നേതാക്കളെ നമ്മൾ കണ്ടല്ലോ, ആർഷയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ആൾക്കാരും കണ്ടല്ലോ. ഇപ്പോൾ PJ കുര്യന്റെ കേസ് പറഞ്ഞു. PJ കുര്യനുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ 4 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞ് ഖദർ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനെ കൃത്യമായി വിമർശിക്കാനും ഇടമുള്ള ഒരിടമായിട്ടാണ് കോൺഗ്രസിൽ അങ്ങനെയുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിനെ വിമർശിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടായത്. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ LDF-ലും UDF-ലും ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ തന്നെയാണ് BJP-ക്ക് മാത്രമേ ഇനി ഇവിടെ സാധ്യതയുള്ളൂ എന്ന് പറയാൻ കാരണം. നിങ്ങൾ തന്നെ ഇപ്പോൾ പരസ്പരം ഈ വഴക്കടിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ പരസ്പരം ഉള്ള വിവാദങ്ങൾ ഒക്കെ തന്നെയാണ് ഇതിന് ഉദാഹരണമായി പറയേണ്ടത്. കാരണം അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ പാദപൂജ പോലെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പ്രാകൃതമായി മനുഷ്യൻ പിറകോട്ട് പോകണം. പാദസേവ ചെയ്യുന്നതിനേക്കാളും നല്ലത് പാദപൂജ തന്നെയാണ്. അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിദ്യാർത്ഥികളെ കൊണ്ട് നിങ്ങൾ അധ്യാപകരുടെ കാവ്യവൽക്കരണമല്ലേ ഇവിടെ സർവകലാശാലയിൽ നടത്തുന്നത്? വിദ്യാർത്ഥികൾ അധ്യാപകരെ ബഹുമാനിക്കുന്നതിന് അർത്ഥമായിട്ടാണ് പാദപൂജ എന്ന് പറയുന്നത്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ സംസ്കാരം എന്ന് പറഞ്ഞ് കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഇനി നമ്മൾ കാണേണ്ടി വരും. BJP ഇവിടെ അധികാരത്തിലെത്തിയ ഇതിന് ചാതുർവർണ്ണത്തിന്റെ കാലഘട്ടമല്ല ഇത്. നമ്മൾ മാറണം. അതാണ് നമുക്ക് വേണ്ട. വീണ്ടും ഭ്രാന്താലയത്തിലോട്ട് തിരിച്ചു പോവുകയല്ല. ജാതിപരമായിട്ടുള്ള വിവേചനമല്ല നമുക്ക് മരിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതോ വികസനമാണോ വേണ്ടത്? ഒരു പഴയ കെട്ടിടം പൊളിഞ്ഞു വീണു, അതിന്റെമായി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ശരിയാണ്, ജീവൻ പോയി. അതിന്റെ ഉത്തരവാദിത്തം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവൻ പോയതിനെ കുറിച്ച് അശ്വതി വളരെയധികം വാചാലയാവുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ കണക്കെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ജീവൻ നഷ്ടപ്പെട്ട കുംഭമേളയെ കുറിച്ച് പറയേണ്ടി വരും. അതിനേക്കാളും മുമ്പായി ന്യൂഡൽഹിയിൽ ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ ട്രെയിനിൽ തള്ളി മരിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറയേണ്ടി വരും. ബീഹാറിൽ ഈ മാടിനെ, അതായത് പശുവിനെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആരോപിച്ച് ട്രെയിനിൽ ഉൾപ്പെടെ വെച്ച് അല്ലെങ്കിൽ ഈ വാഹനത്തിൽ ഉൾപ്പെടെ വെച്ച് കൊന്നു കളഞ്ഞ ആൾക്കാരെ കുറിച്ചുള്ള കണക്കുകൾ പറയേണ്ടി വരും. ഈ ദളിതനായി ജനിച്ചത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആത്മഹത്യയിലേക്ക് സഞ്ചരിച്ച
രോഹിത് വെമുലയുടെ കണക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് കണക്കുകൾ പറയേണ്ടി വരും ഈ സൂചിപ്പിക്കുകയാണെങ്കിൽ. ഞാനതിനെ ന്യായീകരിക്കുന്നതല്ല, ഈ പറഞ്ഞ പോലെ ആശുപത്രി അപകടത്തെ ന്യായീകരിക്കുന്നതല്ല. പക്ഷേ 2026 BJP അധികാരത്തിൽ വരുമെന്ന് പറയുന്നതിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഉത്തരേന്ത്യയാണ് അല്ലെങ്കിൽ ഡൽഹി പോലെയൊക്കെ അങ്ങ് വളരെ എളുപ്പത്തിൽ പിടിച്ചെടുക്കാവുന്ന ഒരു ഇടമാണ് കേരളമെന്ന് അമിത്ഷാ ചിന്തിക്കുന്നതുകൊണ്ടാണോ എന്തോ, അല്ലെങ്കിൽ അമിത്ഷാ ആ മരാർജി ഭവനിലെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ആ സദസ്സിൽ നിറഞ്ഞിരുന്ന ജനങ്ങൾ മുഴുവൻ കേരളത്തിലുള്ളവരാണ്, അവർ മാത്രമേ കേരളത്തിലുള്ളവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും ഈ കഴിഞ്ഞ 9 വർഷത്തെ ദുർഭരണത്തിൻ്റെ ആ ഒരു പരിണിത ഫലം ഇനി കേരളം കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. അത്തരത്തിൽ ഇനി ഒരു തവണ കൂടി ചുവപ്പിനെ അംഗീകരിക്കാനായി അല്ലെങ്കിൽ CPM-നെ അംഗീകരിക്കാനായി, നിലവിലുള്ള ഗവൺമെന്റിനെ അംഗീകരിക്കാനായി ജനങ്ങൾ തയ്യാറാവുകയില്ല. അതുപോലെ ഈ പരിഷ്കൃതമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വീണ്ടും നേരത്തെ അമ്മു തന്നെ സൂചിപ്പിച്ച പോലെ ഭ്രാന്തൻ നടപടിക്രമങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന BJP ഉൾക്കൊള്ളാനും ഇവിടെയുള്ള ജനങ്ങൾ തയ്യാറാവുന്നില്ല. 9 വർഷത്തെ ഭരണം മോശമാണെന്നൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. വളരെ കരുത്തുറ്റൊരു മുഖ്യമന്ത്രിയാണ് LDF-നുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന മന്ത്രിമാരും തന്നെയാണ് നിൽക്കുന്നത്. അത്രയും കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. അവർക്ക് അത്തരത്തിലൊരു നമുക്ക് വികസന കാര്യങ്ങൾ സംസാരിക്കാം. കേരളത്തിൽ ഭരണ നേട്ടങ്ങളുണ്ട്, വികസനമുണ്ട്, നമ്മുടെ റോഡുകൾ, എന്ത് മികച്ച റോഡുകളാണ് ഇവിടെ ഉള്ളത്. അല്ല, മികച്ച റോഡിന്റെ കാര്യം ഈ പറഞ്ഞതുപോലെ മികച്ച പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ കാണാത്തതുകൊണ്ടാണ്. 1-2 കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിത് സംസാരിക്കുന്നത്. നമുക്കത് എങ്ങനെ പറയാൻ സാധിക്കും? തിരുവനന്തപുരത്ത് തന്നെ കാര്യം എടുത്തു പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും റോഡുകൾ സ്മാർട്ട് സിറ്റിയുടെ റോഡുകൾ വന്നിട്ടുണ്ട്. സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയുടെ പ്രകാരമായിട്ട് പല റോഡുകളും കുഴിച്ചിട്ടിരിക്കുകയാണ്. ഈ കുഴിയിൽ വീണ് യുവാക്കൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് 2016 മുമ്പുള്ള റോഡുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ വികസനമല്ലേ വരുന്നത്. ഈ കരുവന്നൂർ PP കിറ്റ്, ലൈഫ്, ഈ എക്സാലോജിക്ക് ഇതിനൊക്കെ കൃത്യമായ തെളിവുകൾ വെച്ചത് സർക്കാരിനെതിരായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? ആരോപണങ്ങളില്ല എന്ന് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ. ഈ എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസാണ്. അതിൽ അവർ ചെയ്ത സേവനം എന്താണെന്ന് ഇന്ന് വരെയും പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോഴുണ്ടായ അഴിമതി ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ ആ സേവനം എന്താണ് എന്നുള്ളൊരു വാക്ക് മതിയായിരുന്നു. അതുപോലും പറയാൻ സാധിക്കാത്തവരാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിപ്പോഴും കോടതിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു കേസാണ്. അല്ല, അങ്ങനെയല്ല. അതിനെതിരെ തെളിവുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. അല്ല, തെളിയിക്കുന്നതിൻ്റെ അല്ല, ഈ വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ, വികസനപരമായുള്ള ഈ റോഡുകളുടെ കാര്യം പറയുമ്പോൾ ഇത്തരത്തിൽ നേരത്തെ ചോദിച്ചു 1-2 കേസുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇത്രയും അസഹിഷ്ണുത എന്ന് വെച്ചു. കേരളത്തിലുള്ള മുഴുവൻ റോഡുകളും ഒന്ന് പരിശോധിച്ച് നോക്കുക. എത്രത്തോളം മുമ്പ്, ഇപ്പോൾ 2016 മുമ്പുണ്ടായിരുന്ന സാഹചര്യം എങ്ങനെയാണെന്നാണ് അമ്മ ചോദിച്ചത്. 2016 മുമ്പുണ്ടായിരുന്ന ജീവിത സാഹചര്യമല്ല ഇന്നുള്ളത്. അതായത് അത്രത്തോളം റോഡുകളിൽ അത്രത്തോളം വാഹനങ്ങളല്ല എന്നുള്ളത്. ഇന്ന് ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുകയാണ്. റോഡിലേക്ക് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കാൽനടക്കാരന് പോലും യഥാവിധം നടക്കാൻ കഴിയാത്ത തരത്തിൽ പലയിടങ്ങളിലും റോഡ് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അസഹനീയമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊന്ന്, മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് ഏതാണ്, തോട് ഏതാണ്, കുളം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് ഇവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അഴിമതി കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അഴിമതിക്കെല്ലാം കൃത്യമായ രേഖകളുണ്ടോ അല്ലെങ്കിൽ കൃത്യമായ എല്ലാ തരത്തിലുള്ള തെളിവുകളും കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെളിവെല്ലാം കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട തെളിവുകൾ പോലും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം മുഖ്യമന്ത്രിയെയും മകൾ വീണ വിജയനെയും ഒക്കെ സംരക്ഷിക്കുന്നത് അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ഇപ്പോൾ അതേ ഒരു ചുമതലയാണ് ആർലേക്കർ ഏറ്റെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിഷയം നടന്നപ്പോൾ ആർലേക്കർ അവിടെ വന്ന് രക്ഷിക്കുകയാണ്. ഒരു രക്ഷകനായി എപ്പോഴും BJP നിങ്ങളുടെ ഭാഗത്ത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. CJP എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ട്, ഒരു അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട്, അത് നിങ്ങൾ രണ്ടുപേർക്ക് നിങ്ങൾ നിങ്ങൾ കണ്ണടച്ച് പാലുപിടിക്കുന്നതുകൊണ്ട്, നിങ്ങൾ കാണാത്തത് കൊണ്ട് മറ്റുള്ളവരും കാണുന്നില്ല എന്നുള്ളതല്ല. ഇത് നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്, ജനങ്ങൾ ഇത് അറിയുന്നുണ്ട്. ഈ തർക്കങ്ങൾ അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി രാഷ്ട്രീയം ഉണ്ടാകുന്നു, തർക്കങ്ങളാണ് ഏറ്റവും വലുത് എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ തീർച്ചയായും തരൂർ ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇവിടെ മുഖ്യമന്ത്രിയാകാനായിട്ട് ചെന്നിത്തലയും സതീശനുമൊക്കെ ഉടുപ്പ് തച്ച് വെക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. അതിനിടയിൽ തരൂർ എന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ തരൂരിൻ്റെ ഒരു എക്സ്പോസ്റ്റ് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്നൊരു സർവേ റിപ്പോർട്ട്. അതിൽ എന്തടിസ്ഥാനത്തിലാണ് ഒരു സർവേ റിപ്പോർട്ട് അദ്ദേഹം തന്റെ പോസ്റ്റിൽ ചെയ്യുന്നത്? ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലിരിക്കുന്ന ആൾ അതിലെ പാർട്ടി സംവിധാനവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് തിരുത്തേണ്ടത് ആരാണ്? അത് ഹൈക്കമാൻഡ് തിരുത്തണം. തരൂരിന് വിധേയപ്പെട്ട് നിൽക്കുന്ന പോലെയാണ് ഹൈക്കമാൻഡ് ഇപ്പൊ തരൂരിന് കടക്കുപുറത്ത് എന്നല്ല പറയേണ്ടത്. CPM എന്ന് പറയുന്നത് നേരത്തെ അമ്മു തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയോ തുടങ്ങിയതല്ല. വിഷയവുമായി ബന്ധപ്പെട്ട വിദേശ പര്യടനത്തിലാണ് ഈ തരൂരിന്റെ വിഷയം ഏറ്റവും മുൻനിരയിലേക്ക് വരുന്നത്. അവിടെ തന്നെ BJP അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്വീകരിച്ച ഒരു നയം എന്നുള്ളത് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ നയം എന്താണെന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി അവരെ ഈ കാര്യങ്ങൾ
കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക. ആ തുടങ്ങിയ കാര്യങ്ങളിൽ അവിടെ വരേണ്ടത് ഒരു രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള ഒരു ടീമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ള ടീമുകളെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നു. അവിടെ UDF-നകത്ത് നിന്ന് ഏറ്റവും ആദ്യം വരേണ്ട പേരുകളിൽ ഒന്നായിരുന്നില്ലേ ശശി തരൂർ? അവിടെ പോലും ഒരു ഈഗോ പ്രവർത്തിച്ചാണ് ഈ ശശി തരൂരിനെ വെട്ടിനിരത്തി മറ്റു പേരുകൾ UDF നൽകിയത്. എന്നാൽ അതിന് പിന്നാലെ ശശി തരൂരിനെ തന്നെ വിടാനുള്ള ഒരു മുന്നേറ്റം, അത് ശശി തരൂരിനെ വിടാനുള്ള ഒരു തീരുമാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് ഏറ്റവും ഉചിതമായ നടപടിയാണ്. കാരണം ശശി തരൂരിന് നമ്മുടെ രാജ്യത്തിന്റെ നയങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം. ഒപ്പം തന്നെ ഒരു പ്രത്യേക പാർട്ടിയുടെ നയമായി കണക്കാക്കരുത്. നമ്മുടെ രാജ്യം രാഷ്ട്രീയ മതഭേദമെന്നെ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് മറ്റു രാജ്യങ്ങളിൽ പോയി ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണെന്ന്. അവിടെ പല പാർട്ടികളിൽ നിന്ന് അതിന് കഴിവുറ്റ നേതാക്കളെ തിരഞ്ഞെടുക്കുക എന്നതാണ്, അവിടെയാണ് ഈ BJP-യിലെ നേതാക്കൾ വയ്ക്കുന്ന കൃത്യമായ അജണ്ട. പറഞ്ഞു മറ്റു പാർട്ടിയിലെ കഴിവുറ്റ നേതാവിനെ അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള നേതാവിനെ കൊണ്ടുവരിക എന്നതാണ് മോദി തീരുമാനം എന്ന് പറയുന്നത്. കോൺഗ്രസിലെ ഏറ്റവും കഴിവുള്ള നേതാവാണ് ശശി തരൂർ. നിങ്ങൾ കോൺഗ്രസ് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ശശി തരൂർ ഒരിക്കലും പോകാൻ കഴിയില്ല. അത് വേറൊരു കാര്യം. മറ്റൊന്ന്, ഈ കോൺഗ്രസിനുള്ളിലെ ഏറ്റവും കഴിവുള്ള നേതാവാണ് ശശി തരൂർ എന്നുള്ള ബോധ്യം അപ്പോഴും എപ്പോഴും മോദിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശശി തരൂരിനെ വെട്ടിനിരത്തുന്ന ഒരു രീതിയിലല്ലേ കോൺഗ്രസ്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ശശി തരൂരിനെതിരെ നടപടി എടുക്കാത്തത് എന്ത് എന്നാണ് എന്നോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നത്. ശശി തരൂരിനെതിരെ നടപടി എടുക്കുന്ന അദ്ദേഹം നല്ല നേതാവാണെന്ന് ഇപ്പൊ അമ്മുവും അല്ലെങ്കിൽ ഇപ്പൊ അശ്വതിയും പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. അദ്ദേഹം നല്ല നേതാവാണ്, അദ്ദേഹം ഏറ്റവും മികച്ച നേതാവാണ്ടാണ് മോദി അയാളെ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. ഏറ്റവും മികച്ച നേതാവിനെ കോൺഗ്രസിനെ വിട്ടുകളയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പ്രശ്നം നടക്കുമ്പോൾ, ഒരു സംസാരം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചകൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിൽ കാലാകാലങ്ങളായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കോൺഗ്രസിൽ പലതരത്തിലുള്ള പഠനപ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്ഭുതപ്പെടാനൊന്നുമില്ല. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കൂട്ടത്തോടുകൂടി BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അപ്പൊ അങ്ങനെ പാർട്ടി മാറുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സാഹചര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുമ്പോഴും ശശി തരൂർ ഈ ഒരു പ്രസ്താവനയൊക്കെ നടത്തുമ്പോഴും നേരത്തെ പറഞ്ഞു രാഷ്ട്രീയത്തിൽ അതീതമായാണ് ശശി തരൂർ നിൽക്കുന്നതെന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ളതെന്ന് അശ്വതി പറയുകയുണ്ടായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശശി തരൂർ ഈ പറയുന്ന പ്രസ്താവനകൾക്കെല്ലാം ഒടുവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് വിട്ടു പോകാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ BJP-യിലേക്ക് പോകില്ല എന്ന്. ഈ കാര്യം ആരും കാണുന്നില്ല. ഈ പറഞ്ഞ പ്രസ്താവന മാത്രമാണ് അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് വരുന്നത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ഒരാളെ, ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരാളെ വിമർശിച്ചുകൊണ്ട് വരികയാണ്. ഇത്രയും കാലങ്ങൾക്ക് ശേഷം, ഇത്രയും നാളായിട്ട് കോൺഗ്രസ് നിന്ന് അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും കാലം അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? ഇപ്പൊ മാത്രം ഇതെല്ലാം ഒന്നിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടിയിലുള്ള ആൾക്കാർക്ക് വിമർശിക്കാനുള്ള സാധ്യത ഇല്ല എങ്കിൽ, അങ്ങനെ വിമർശിച്ചുകൂടാ എന്നാണ് അമ്മ പറയുന്നതെങ്കിൽ, കഴിഞ്ഞ ദിവസം ആർഷോ നടത്തിയതിന്റെ വിമർശിച്ചതിന്റെ മാത്രമല്ല പ്രശ്നം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ ആ പാർട്ടി അടിയന്തരാവസ്ഥ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ വരെ വിമർശിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ കാര്യം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അങ്ങനെ ഒരു പ്രസ്താവന എന്തുകൊണ്ട് നടത്തിക്കൂടാ? ഒരു പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞുകൂടാ എങ്കിൽ ആർഷോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം തെറ്റാണ്. ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന് കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തത്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് നിൽക്കാൻ കഴിയാത്തതിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ഈ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ PR വർക്ക് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഉന്നതി, അല്ലെങ്കിൽ ഈ ഒരു രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് നിലവിൽ PR വർക്ക് ചെയ്യാത്ത സാഹചര്യങ്ങളിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ സർക്കാരിന് വരാൻ കഴിയില്ലായിരുന്നു. ഇനി ഈ PR വർക്ക് കൊണ്ടുപോലും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ഈ PR വർക്കൊന്നും ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ PR വർക്ക് ചെയ്യുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ, ആശാപ്രവർത്തകർ ഉൾപ്പെട്ട ആൾക്കാർ, അവർ ഇനി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ CPO റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ഇവിടെ വന്ന് തെരുവിൽ വന്ന് കിടന്ന്, അതായത് സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന് കിടന്ന് മന്ത്രിമാരുടെ കാല് പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് കയ്യിൽ കർപ്പൂരം കത്തിച്ച് കിടന്ന് ഇനി മെയിൽ CPO റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നവർ തറയിലുരുണ്ട് മണ്ണ് തിന്ന് സൂചനയായിട്ട് പണിമുടക്കം നടത്തി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ദിവസങ്ങളോളം കിടന്ന ആൾക്കാർ, അവർ ഇനി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തോന്നുന്നുണ്ടോ? കർഷക തൊഴിലാളികൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എടുത്തു പറയേണ്ടത്, കാരണം യൂത്ത് കോൺഗ്രസുകാർ SFIയെ കണ്ടുപഠിക്കണം എന്നുള്ള നിലയിൽ, അതായത് യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും ശക്തമല്ല. കാരണം പല വിഷയങ്ങൾ ഇപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിൽ യൂത്ത് കോൺഗ്രസിന് പ്രതികരിക്കാമായിരുന്നു? ഈ കീം വിഷയം, ഒപ്പം തന്നെ ഈ ഭാരതാംബ വിഷയം, അങ്ങനെ പല സംസ്ഥാനത്തെ ബാധിക്കുന്ന നമുക്കറിയാം ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ പ്രശ്നങ്ങൾ, അതിൽ ആരോഗ്യവകുപ്പിനെതിരെ ആദ്യം
ആദ്യം യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രക്ഷോഭവുമായി വന്നെങ്കിലും പിന്നീട് അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ പൊടി പോലും കാണാനില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സമരം ഉണ്ടാകുമ്പോൾ SFIക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ചെല്ലുക, എല്ലായിടവും അടിച്ചു പൊട്ടിക്കുക, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, കൂടെയുള്ള ആൾക്കാർക്ക് എല്ലാം സമരം നടത്തിയതെന്ന് കൂടി അല്ല SFI അതാണ് ചോദിക്കുന്നത്. SFI എന്തിനാണ് സമരം നടത്തിയത്? കാവ്യവൽക്കരണത്തിനെതിരെയാണ് എന്ത് കാവ്യവൽക്കരണമാണ്? സർവകലാശാലയിൽ ഒരു ചിത്രം വെച്ചതിനെ തുടർന്ന് എന്ത് കാവ്യവൽക്കരണമാണ് അവിടെ സംഭവിച്ചത്? SFIക്ക് പ്രവർത്തിക്കാനുള്ള, SFIക്ക് സമരം ചെയ്യാനുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടായിരുന്നു? അതിലൊന്നും പ്രതികരിക്കാതെ SFI ഈ ഒരു കാര്യത്തെ മാത്രം പ്രതികരിച്ചെന്തിനാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വരുമ്പോൾ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നേരത്തെ സമരത്തിന്റെ രീതി ശരിയല്ല എന്ന് പറഞ്ഞു, VD സതീശൻ പറയുന്നില്ല കാര്യങ്ങൾ. ഇവിടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ആവർത്തിച്ച് പലപ്പോഴായി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഒരു സമരമുഖത്തേക്ക് ചെന്നിട്ട് 4 പോലീസുകാരെ കാണുമ്പോൾ അത് കഴിഞ്ഞ ദിവസം SFI ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ കയ്യിൽ നിന്ന് ലാത്തി പിടിച്ച് വാങ്ങിച്ച് അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതല്ല സമര രീതി എന്ന് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് നമ്മൾ. നമുക്കറിയാം, മുമ്പൊരു സിനിമാ ഡയലോഗ് കേട്ടത് ഓർമ്മയുണ്ട്, ഇവനെങ്കിലും ശരിയാകുമോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണമാണ് ഓരോ തെരഞ്ഞെടുപ്പും. എന്തായാലും ജനങ്ങൾ പരീക്ഷണത്തിലേക്ക് അടുക്കുകയാണ്. അവിടെ ആ പരീക്ഷണം ആർക്കാകും വലിയ പരീക്ഷയാവുക എന്നതിന് കാത്തിരുന്ന് കാണാം. പേജ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.